പ്രവർത്തിക്കും. ദൈവത്തിന് സ്തോത്രം. കേറാൻ ദൈവം കുടുംബമായിട്ട് ഈ ആരാധനയിൽ സംബന്ധിച്ചതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം നൽകിയ അവസരങ്ങളിൽ സ്തോത്രം ചെയ്യുന്നു. ഞാൻ ശേഷിക്കുന്ന സമയം, എനിക്ക് അനുവദിക്കപ്പെട്ട സമയപരിധിയിൽ വളരെ ലളിതമായ ഒരു ദൈവിക ചിന്ത നിങ്ങളുമായി ഒരുമിച്ച് പങ്കുവെക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ ആഴമേറിയ വിഷയങ്ങൾ പറയുന്ന ഒരാളാണെന്ന് നിങ്ങൾക്കറിയാം. പക്ഷെ ഇന്ന് അങ്ങനെയുള്ള ഒരു വിഷയത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. ഒരുപാട് ഡീപ്പായ കോഴ്സുകൾ പറഞ്ഞാൽ എൻ്റെ മുൻപിലിരിക്കുന്ന എല്ലാവർക്കും അത് ഗ്രഹിക്കുവാൻ കഴിയുകയില്ല എന്ന്. ആയതിനാൽ പരമാവധി ലളിതമായ രീതിയിൽ പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനാധാരമായി നമുക്ക് വളരെ സുപരിചിതമായ ഒരു ദൈവവചനം നമുക്ക് വായിക്കാം. വിശുദ്ധ റോമാലേഖനം 8-ാം അധ്യായം 28-ാമത്തെ വാക്യം. റോമാലേഖനം 8-ാം അധ്യായം 28-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. മതി. ഈ വാക്യം നമുക്ക് വളരെ സുപരിചിതമാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. വാക്യം നമുക്ക് കേൾക്കുമ്പോൾ വലിയൊരു ആശ്വാസം, ഒരു സമാധാനം, ഒരു പ്രത്യാശ ദൈവമക്കളുടെ ഹൃദയത്തിലേക്ക് വരുന്നതാണ്. നാം ദൈവമക്കളായിരിക്കാൻ ഈ വാക്യം പോലെ തന്നെ നാം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരും ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരുമാണ്. ആയതിനാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, ജീവിതത്തിൽ നേരിടുന്നതെല്ലാം നന്മയ്ക്കായിട്ട് വേണം നാം കണക്കാക്കാൻ. പക്ഷേ എത്ര പേർക്ക് ഇതിന് കഴിയും? ചിലപ്പോൾ തിന്മയായി ഭവിക്കുന്നതല്ല, അല്ലെങ്കിൽ നമുക്ക് ആദ്യമേ വേദനാജനകമായതും തിന്മയെന്ന് നമുക്ക് തോന്നുന്നതെല്ലാം നന്മയായി തീരുന്നു എന്നാണ് ഇതിൻ്റെ ലളിതമായിരിക്കുന്നത്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് തിന്മയും നേരിടാം, നന്മയുണ്ടാകും. നന്മയും തിന്മയും നിറഞ്ഞ ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് നന്മ മാത്രമേ വരാവൂ എന്ന് ചിന്തിക്കുന്നതിൽ യാതൊരു അർത്ഥവുമല്ല, അത് യുക്തിയല്ല. ജീവിതത്തിൽ ഇരുളും വെളിച്ചവും ഉള്ളതുപോലെ തന്നെ നമുക്ക് ജീവിതത്തിൽ നന്മയും തിന്മയും ഉണ്ടാകാം. പക്ഷേ അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭിക്കുന്ന ദുഃഖകരമായ വേദനാജനകമായ കാര്യങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം ദുഃഖവും പ്രയാസവും നിരാശയായിട്ട് തീരാം. അവർക്ക് പ്രത്യാശയ്ക്ക് വകയില്ല. എന്നാൽ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നേരിടുന്നതെല്ലാം നന്മയായി മാത്രമേ നാം കണക്കാക്കാവൂ. അല്ലെങ്കിൽ തിന്മയായി പ്രാരംഭത്തിൽ നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ അതിൻ്റെ ഒടുവിലേക്ക് വരുമ്പോൾ അത് നന്മയായി തീരുന്നു എന്ന് വേണം കണക്കാക്കുക. ഇതിനെ വിശദീകരിക്കുവാൻ ദൈവവചനത്തിൽ ഒരുപാട് സന്ദർഭങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചിലത് സമയപരിധിക്കുള്ളിൽ ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഈ നന്മ എന്ന വാക്ക് നാം കേൾക്കുവാൻ വളരെ ഇഷ്ടമുള്ളൊരു വാക്കാണ്, നന്മ. പക്ഷെ തിന്മ എന്ന് കേൾക്കുവാൻ ആരും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഈ നന്മ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? വിശ്വാസികൾക്ക് പലർക്കും ഈ നന്മ എന്ന വാക്കിൻ്റെ അർത്ഥം അറിഞ്ഞുകൂടാ. അല്ലെങ്കിൽ അവർ മനസ്സിലാക്കിയിരിക്കുന്നത് നന്മ എന്ന് പറഞ്ഞാൽ കുറെ ഭൗതികമായ അനുഗ്രഹങ്ങൾ ഒരാൾക്ക് ലഭിക്കുന്നതാണ് നന്മ എന്നാണ് പലരും മനസ്സിലാക്കിയിരിക്കുന്നത്. നമുക്ക് പണം ആവശ്യമാണ്, സഞ്ചരിക്കുന്ന ഒരു കാർ ആവശ്യമാണ്, ബാങ്ക് ബാലൻസ് ആവശ്യമാണ്, വസ്ത്രം ആവശ്യമാണ്, ജീവിക്കുവാൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും നമുക്ക് ആവശ്യമാണ്. അത് തെറ്റൊന്നുമില്ല. പക്ഷേ ഈ സുഖ സൗകര്യങ്ങൾ മാത്രമാണോ നന്മ എന്ന് പറഞ്ഞാൽ? ഭൗതികമായ പണസമ്പാദനമോ അല്ലെങ്കിൽ ഭൗതികമായ മറ്റേതെങ്കിലും വസ്തുക്കളെ കൊണ്ട് നാം സന്തുഷ്ടരായിരിക്കുക എന്നുള്ളത് മാത്രമല്ല ഈ നന്മ എന്ന് പറഞ്ഞാൽ. ബൈബിൾ നൽകുന്ന ഈ നന്മ എന്ന വാക്കിന് ഈ രണ്ട് അർത്ഥങ്ങളാണ് നമുക്ക് ദൈവവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. അതിനെക്കുറിച്ച് ഈ പൗലോസ് തന്നെ തൻ്റെ ലേഖനങ്ങളിലൂടെ ഇത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു കാലത്ത് ഈ നന്മ എന്ന് പറഞ്ഞാൽ കുറെ ഭൗതികമായ അനുഗ്രഹങ്ങളാണ് എന്നാണ് ഞാനും മനസ്സിലാക്കിയിരുന്നത്.
അപ്പൊ അങ്ങനെ ഒരു ഭൗതികമായൊരു നന്മ എനിക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. 40-ൽ പരം വർഷങ്ങളായി ഈ ആത്മീക ശുശ്രൂഷയിൽ ഞാൻ ആയിരിക്കുന്നു. അപ്പൊ ഇത്രയും ഒരു അരനൂറ്റാണ്ടാവുമ്പോൾ, അപ്പൊ ഇത്രയും വർഷങ്ങൾക്കിടയിൽ ഒരു ഭൗതികമായ ഒരു വലിയ സമ്പത്തൊന്നും എനിക്ക് ഇതുവരെ നേടുവാൻ കഴിഞ്ഞിട്ടില്ല, അനുഭവിക്കുവാനും കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഈ നന്മ എന്ന വാക്കിന് അതല്ല അർത്ഥം. ഗുഡ്സ് എന്ന ഇംഗ്ലീഷ് വാക്കാണ് മിക്ക ഇംഗ്ലീഷ് പരിഭാഷകളിൽ ഉപയോഗിച്ചിരിക്കുന്ന നന്മ എന്നതിന് ഗുഡ് എന്ന വാക്കാണ്. പക്ഷേ ആ ഗുഡ് എന്ന വാക്കുകൊണ്ട് ബൈബിളിലെ ഉദ്ദേശിച്ചിരിക്കുന്ന നന്മ മനസ്സിലാക്കുവാൻ പ്രയാസകരമാണ്. മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന ആ വാക്കിന് 2 അർത്ഥങ്ങളാണ് വിശുദ്ധ ബൈബിളിൽ നൽകിയിരിക്കുന്നത്, പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ. അത് പറഞ്ഞിരിക്കുന്നത് അപ്പോസ്തലനായ പൗലോസാണ്. അതുകൊണ്ട് ദൈവഇഷ്ടപ്രകാരം അല്ലെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു പറയുമ്പോൾ ഇതിൽ എന്തെല്ലാം ഉണ്ട്? ഇതിൽ 2 ഘടകങ്ങൾ, 2 വിധ നന്മകൾ ഒരു ഭക്തന്റെ ജീവിതത്തിൽ അടങ്ങിയിട്ടുണ്ട്. അതാണ് നന്മയായി തീരുന്നത്, സകലവും നന്മയ്ക്കായി എന്ന് പറഞ്ഞാൽ. അത് എങ്ങനെയാണ് എന്ന് ഞാൻ വിശദീകരിക്കാം. വിശുദ്ധ റോമാലേഖനം 15-ാം അധ്യായത്തിൽ നിന്ന് ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. റോമാലേഖനം 15-ാം അധ്യായത്തിന്റെ ചില വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. റോമാലേഖനം 15-ാം അധ്യായം എല്ലാവരും എടുക്കാട്ടെ. എല്ലാവരും ആ വാക്യം വായിക്കണം. ഒരാൾ വായിക്കുകയും മറ്റുള്ളവരെ ശ്രദ്ധിക്കുകയും ചെയ്യും. 15-ാം അധ്യായത്തിന്റെ 25 മുതലുള്ള വാക്യങ്ങൾ താഴേക്ക് വായിച്ചാട്ടെ. റോമാലേഖനം 15-ന്റെ 25 മുതലുള്ള വാക്യം. ഇപ്പോഴോ ഞാൻ വിശുദ്ധന്മാർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ യെരുശലേമിലേക്ക് യാത്രയാകുന്നു. യെരുശലേമിലെ വിശുദ്ധന്മാരിൽ ദരിദ്രരായവർക്ക് ഏതാനും ധർമ്മോപകാരം ചെയ്യുവാൻ മക്കെദോന്യയിലും അഖായയിലും ഉള്ളവർക്ക് ഇഷ്ടം തോന്നി. അവർക്ക് ഇഷ്ടം തോന്നിയെന്ന് മാത്രമല്ല, അത് അവർക്ക് കടവും ആകുന്നു. ജാതികൾ അവരുടെ ആത്മീക നന്മകളിൽ കൂട്ടാളികളായെങ്കിൽ ഐഹിക നന്മകളിൽ അവർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ കടംപെട്ടിരിക്കുന്നു. മതി. ഈ വായിച്ച വേദഭാഗത്ത് 2 വിധ നന്മകളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഒന്ന് ഐഹികമായ നന്മ, 2 ആത്മീകമായ നന്മ. ഈ 2 നന്മകളും അടങ്ങിയതാണ് ബൈബിൾ പ്രഖ്യാപിക്കുന്നത്. പ്രത്യേകിച്ച് പുതിയ നിയമം നമുക്ക് നൽകുന്ന ഈ നന്മ എന്ന് പറഞ്ഞാൽ അതിന്. അപ്പോ ഒരു നന്മ എന്ന് പറഞ്ഞാൽ അതിൽ എന്തുണ്ട്? ഐഹികമായ നന്മയുണ്ട്, ആത്മീകമായ നന്മയുണ്ട്. ഇത് ശരിക്ക് അത് ബൈബിൾ ഉപയോഗിക്കുമ്പോൾ, ഗ്രീക്ക് ആൻഡ് ഇംഗ്ലീഷ് ബൈബിൾ പരിശോധിക്കുമ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം, ആ ഒന്നാമത്തെ നന്മ, ഐഹികമായ നന്മ എന്ന് പറഞ്ഞാൽ അവിടെ ഉപയോഗിച്ചിരുന്ന വാക്ക് മെറ്റീരിയൽ ബ്ലെസ്സിങ്സ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനാണ് ആത്മീകമായ അല്ലെങ്കിൽ ഐഹികമായ നന്മ എന്നുള്ളതിനാണ് ഈ മെറ്റീരിയൽ ബ്ലെസ്സിങ് എന്ന വാക്ക്. അല്ലെങ്കിൽ ചില ഇംഗ്ലീഷ് ഭാഷകളിൽ മെറ്റീരിയൽ തിങ്സ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ഗ്രീക്ക് ആൻഡ് ഇംഗ്ലീഷ് ബൈബിളിൽ ഉപയോഗിച്ചിരുന്ന വാക്കാണ് ഞാൻ പറഞ്ഞത്, മെറ്റീരിയൽ ബ്ലെസ്സിങ്സ് എന്ന വാക്കാണ്. അതിനെയാണ് ഭൗതികമായ നന്മ എന്ന് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ആത്മീക നന്മകൾ എന്ന്. അതിനെ സ്പിരിച്വൽ ബ്ലെസ്സിങ്സ് എന്ന വാക്ക് അല്ലെങ്കിൽ സ്പിരിച്വൽ തിങ്സ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. 2 ആത്മീയ കാര്യങ്ങൾ അല്ലെങ്കിൽ ഐഹികമായ കാര്യങ്ങൾ എന്നാണ് ആ വാക്കുകൾ. അപ്പോൾ ഈ നന്മ എന്ന വാക്ക്, അതിനെ അഗദോസ് എന്നൊരു ഗ്രീക്ക് വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അഗദോസ്. ഈ അഗദോസ് എന്ന വാക്കിനെയാണ് മെറ്റീരിയൽ ബ്ലെസ്സിങ്സ് എന്ന വാക്കും അല്ലെങ്കിൽ സ്പിരിച്വൽ ബ്ലെസ്സിങ്സ് എന്ന വാക്കും പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം 2 വിധ നന്മകൾ ദൈവത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്നു. ഏതൊക്കെയാണ്? ആത്മീകമായ നന്മകൾ, ഭൗതികമായ നന്മകൾ. ഈ ഭൗതികമായ നന്മകൾ എന്ന് പറയുന്നത് നമുക്ക് വ്യാഖ്യാനം ആവശ്യമില്ല, നമുക്കറിയാം. അത് നമുക്ക് ലഭിക്കുന്ന സമ്പത്താണ്, പണം അല്ലെങ്കിൽ അതോടൊപ്പം ബന്ധപ്പെട്ട് ധനങ്ങളൊക്കെ ഈ ഐഹികമായ നന്മകളിൽ ഉൾപ്പെടുന്നു. അപ്പൊ അപ്പോസ്തലനായ പൗലോസ് യെരുശലേമിൽ ദരിദ്രരായി കഴിഞ്ഞിരുന്ന പാവപ്പെട്ടവരായ ചില വിശ്വാസികൾ യെരുശലേമിലെ സഭയിലുണ്ടായിരുന്നു. ആ സഭയിലുള്ള ആളുകളെ കുറിച്ച് ഭൗതികമായ നന്മ കൊടുത്ത് അവരെ അനുഗ്രഹിക്കുവാൻ, അവരെ സഹായിക്കുവാൻ വേണ്ടി പൗലോസ് ഓരോ സഭകളിൽ നിന്നും ചില കൂട്ടായ്മ അല്ലെങ്കിൽ ധനസഹായങ്ങൾ അവർ വാങ്ങി അത് ശേഖരിച്ചു വെച്ചിട്ട് ഈ സഹായം കൊണ്ടുപോയി പാവപ്പെട്ടവരായ വിശ്വാസികൾക്ക് കൊടുത്ത് അവരെ സഹായിച്ചു എന്നാണ് അവിടെ താഴെ പറയുന്നത്. അതൊരു വിശ്വാസിയുടെ കടമയാണ്. അപ്പോൾ ഓരോ സഭകളിൽ നിന്നും
ആഴ്ചവട്ടത്തിന് 1-ാം നാൾ ഓരോ സഭകൾ ചരതിച്ചു വെക്കുക എന്ന് ഈ കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറയുന്നു. അപ്പോൾ ഓരോ സഭകൾ ഉണ്ടായിരിക്കുന്ന ഓഫറിങ്സ് അവർ വാങ്ങി, അല്ലെങ്കിൽ അതിന്റെ കോൺട്രിബ്യൂഷൻ, സംഭാവനകൾ സമ്മാനങ്ങൾ ശേഖരിച്ച് പൗലോസും ബർന്നബാസുമാണ് അത് ഓരോ സഭകളിൽ പോയി ഈ പാവപ്പെട്ടവരായ സാധുക്കൾക്ക് അവർക്ക് അത് കൊടുത്ത് അവരെ സഹായിച്ചെന്നാണ് നാം അപ്പോസ്തല പ്രവൃത്തികളിലും അതുപോലെ ഈ റോമാലേഖനത്തിലൊക്കെ വായിക്കുവാനായിട്ട് കഴിയുന്നു. കാരണം ഒരു വിശ്വാസിയെ സഹായിക്കേണ്ട ബാധ്യത ആർക്കാണ്? ആ സഭയിലുള്ള ആളുകൾക്കാണ്. അവരുടെ സുഖങ്ങളിൽ ദുഃഖങ്ങളിലും പങ്കുകാരാകുന്നതോടൊപ്പം തന്നെ, സന്തോഷിക്കുന്നതോടൊപ്പം തന്നെ അവരെ സാമ്പത്തികപരമായും ആത്മീയമായും സഹായിക്കും. അപ്പോൾ വൈകികമായ നന്മ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? മനസ്സിലായത്? സാമ്പത്തികമായ കാര്യങ്ങൾ, പണം അല്ലെങ്കിൽ ധനം എന്നൊക്കെയാണ്. എന്നാൽ ആത്മീകമായ നന്മ എന്ന് പറഞ്ഞാലോ, അതിൽ ഈ ധനം ഒന്നും ഉൾപ്പെടില്ല. ഭൗതികമായ യാതൊരു തിങ്സും അല്ലെങ്കിൽ ഉൾപ്പെടുന്നില്ല. തികച്ചും സ്പിരിച്വലാണ്, തികച്ചും ആത്മീകമാണ്. അപ്പൊ ആത്മീകം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരോട് ദൈവവചനം പറയുക, പ്രാർത്ഥനയ്ക്ക് വേണ്ടി അവരെ കൂട്ടിക്കൊണ്ടുവരിക, ദൈവികമായ കാര്യങ്ങൾ പറഞ്ഞ് അവരെ ധൈര്യപ്പെടുത്തി, അവർക്ക് പ്രത്യാശ വർദ്ധിപ്പിച്ച്, അവരെ ഒരുക്കി, അവരെ പ്രോത്സാഹിപ്പിച്ച്, അവരെ ദൈവത്തിന് വേണ്ടി ഒരുക്കുന്ന ഒരു ശുശ്രൂഷയാണ്. ഇതിനെയാണ് ആത്മീകമായ നന്മ. നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് വേണ്ടി നന്മ ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് നന്മ ചെയ്യുക. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ എനിക്ക് നന്മ ചെയ്യുക. ഇങ്ങനെ ഒരാൾക്ക് വേണ്ടി, മറ്റൊരാൾക്ക് വേണ്ടി, അവിശ്വാസികൾക്ക് വേണ്ടി, സഹവിശ്വാസികൾക്ക് വേണ്ടി ആത്മീകമായി നാം ചെയ്യുന്നതെല്ലാം എന്താണ്? അത് ആത്മീകമായ നന്മകളിൽ ഉൾപ്പെടുന്നതാണ് എന്ന യാഥാർത്ഥ്യം നാം ഓർത്തിരിക്കും. അപ്പൊ ആത്മീകമായ നന്മയും ഭൗമികമായ നന്മയും ദൈവത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു പറയുമ്പോൾ ഒരു വ്യക്തി, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ആത്മീകവും ഭൗതികമായ നന്മ ദൈവം നൽകുന്നു എന്നാണ്. ഇപ്പൊ കാര്യങ്ങൾ മനസ്സിലായത്. ഇനി ഇത് ഏതെല്ലാം സന്ദർഭങ്ങളിലാണ്, എപ്പോഴൊക്കെയാണ് ഈ നന്മ നമുക്ക് വേണ്ടി ലഭിക്കുന്നത്? ചിലപ്പോൾ പ്രാരംഭത്തിൽ തിന്മയായി തോന്നുന്നതെല്ലാം പിന്നീട് നന്മയായി രൂപാന്തരപ്പെട്ടു. ഞാൻ ചില ദൃഷ്ടാന്തങ്ങൾ നിങ്ങളെ ചൂണ്ടിക്കാണിക്കുവാനായി ആഗ്രഹിക്കാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നിങ്ങളൊന്ന് വായിക്കുക. ആ വായിക്കുമ്പോൾ, വായിക്കുവാൻ സമയം കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വായിക്കണ്ട, അത് ഞാൻ പറയാം. ആ പശ്ചാത്തലം നമുക്കറിയാം. മറിയയുടെയും അവരുടെ സഹോദരി മാർത്തയുടെയും ഗ്രാമമായ ബഥാന്യയിലെ ലാസർ എന്ന ഒരുത്തൻ ദീനമായി കിടന്നു. ഈ മറിയ ആയിരുന്നു കർത്താവിനെ പരിമള തൈലം പൂശി തന്റെ തലമുടി കൊണ്ട് അവന്റെ കാൽ തുടച്ചത്. അവളുടെ സഹോദരനായ ലാസർ ആയിരുന്നു ദീനമായി കിടന്നത്. ആ സഹോദരിമാർ അവന്റെ അടുക്കൽ ആളയച്ചു, കർത്താവെ, നിനക്ക് പ്രിയനായ ദീനമായി കിടക്കുന്നു എന്ന് പറയിച്ചു. യേശു അത് കേട്ടിട്ട്, ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിന്റെ മഹത്വത്തിനായിട്ടത്രേ എന്ന് പറഞ്ഞു. മതി. ഈ സന്ദർഭം നമുക്ക് വളരെ പരിചയമാണ്. ഞാൻ പറഞ്ഞത് വളരെ ലളിതമായ ഒരു സന്ദേശമാണ് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നതെന്ന് നേരത്തെ പറഞ്ഞതുകൊണ്ടാണ്. ഇവിടെ നാം ഒരു കാര്യം മനസ്സിലാക്കണം. ബഥാന്യയിലെ ലാസറുടെയും മാർത്തയുടെയും മറിയയുടെയും ഭവനം, അല്ലെങ്കിൽ ഒരു സഹോദരനും 2 സഹോദരിമാരും. ബഥാന്യ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഈ 3 പേരും ഓടിവരും. ബഥാന്യയിൽ വേറെ ഒരുപാട് കുടുംബങ്ങളുണ്ടാകാം, ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ കർത്താവ് നിത്യേന സന്ദർശിച്ചുകൊണ്ടിരുന്ന ഒരു ഭവനമായിരുന്നു ബഥാന്യയിലെ ലാസറിന്റെ, മറിയയുടെയും മാർത്തയുടെയും ഭവനം. ഇന്നും ആ ഞാൻ ബഥാന്യയിൽ പോയിട്ടുണ്ട്. അവര് താമസിച്ചുകൊണ്ടിരുന്ന ലാസറിന്റെയും മാർത്തയുടെയും മറിയയുടെയും ആ ഭവനം, അതിന്റെ ആ പുരാതനമായിരിക്കുന്ന അവശിഷ്ടം ഇന്ന് ബഥാന്യയിൽ അവിടെ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ആ ഭവനത്തിന്റെ അവശിഷ്ടങ്ങൾ വിശ്വാസത്തോടെ കണ്ടിട്ടുണ്ട്, അവിടെ പോയിട്ടുള്ളത്. അപ്പോൾ നാം അവിടെ ചെന്ന് കഴിയുമ്പോൾ, ബഥാന്യയിൽ ചെന്ന് കഴിയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഒരു വൈകാരികമായ ബന്ധം അവിടെ ഉണ്ടാവും. ഈ പഴയ സ്മാരകങ്ങളെല്ലാം, അല്ലെങ്കിൽ പുരാതനമായിരിക്കുന്ന ഈ ആളുകൾ പാർത്തിരുന്ന ആ കുടിലുകൾ, പത്രോസിന്റെ കർമ്മഭൂമിൽ പത്രോസിന്റെ ആ ഭവനത്തിന്റെ അവശിഷ്ടങ്ങൾ അവിടെയുണ്ട്. അതെല്ലാം കാണുമ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബഥാന്യയിൽ കർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഭവനമായിരുന്നു ലാസറിന്റെയും മാർത്തയുടെയും മറിയയുടെയും ഭവനം. ഈ ലാസർ ആരാണ്? നിനക്ക് പ്രിയനായവൻ എന്നാ പറഞ്ഞിരിക്കുന്നത്. ഈ മറിയയെ കുറിച്ച് പറഞ്ഞാൽ എന്താ? മറിയയ്ക്ക് കർത്താവിന് പ്രിയമുണ്ട്. എന്താ പ്രിയം? യേശു ക്രിസ്തുവിന്റെ കാലിൽ
കണ്ണുനീരുകൊണ്ട് കർത്താവിന്റെ കാല് കഴുകുകയും തലമുടി കൊണ്ട് തുടയ്ക്കുകയും യേശുവിന്റെ തലയിൽ വിലയേറിയ സ്വച്ഛ ജഡമാംസി തൈലം ഒഴിക്കുകയും ചെയ്ത ഒരു വ്യക്തിയായിരുന്നു മറിയ. ഈ മറിയെ അതാ കർത്താവിന് തൈലം പൂശിയപ്പോൾ ഈ മറിയായിരുന്നു എന്ന വാക്യത്തിൽ വായിക്കുന്നത്. ഈ സന്ദർഭം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 36 മുതൽ 50 വരെയുള്ള വാക്യങ്ങളിലാണ് ഇത് പ്രസ്താവിച്ചിരിക്കുന്നത്. അവിടെ മറിയയുടെ പേര് പറഞ്ഞിട്ടില്ല. ആ പട്ടണത്തിലെ പാപിനിയായിരുന്ന ഒരു സ്ത്രീ എന്നാ പറഞ്ഞിരിക്കുന്നത്. ഒരു പരീശന്റെ വീട്ടിലേക്ക് യേശുവിനെ ഭക്ഷണത്തിനായി ക്ഷണിച്ചപ്പോൾ യേശു ആ വീട്ടിലേക്ക് ചെന്നു. യേശു അവിടെ കൊണ്ട് നിറഞ്ഞ ഈ മറിയ ഒരു വിലയേറിയ സ്വച്ഛ ജഡമാംസി തൈലം അവൾ എടുത്തുകൊണ്ട് ഈ വീട്ടിലേക്ക് ചെല്ലുകയും അത് പൊട്ടിച്ച് കർത്താവിന്റെ തലയിൽ ഒഴിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ വീട്ടിലുള്ള ആളുകൾ, പരീശനും ആളുകളെല്ലാം കർത്താവിനെ കുറ്റപ്പെടുത്തി, നിന്നെ തൊടുന്ന സ്ത്രീ ആരാണ് എന്ന് നീ അറിഞ്ഞിരുന്നുവെങ്കിൽ നീ അവളെ തൊടുകയില്ലായിരുന്നു, അവളുമായിട്ട് സംസർഗം ചെയ്യില്ലായിരുന്നു, അവൾ ഈ പട്ടണത്തിലെ കൊടുംപാപിനിയാണല്ലോ എന്നും. പക്ഷെ കർത്താവ് അവൾക്ക് പാവബോധനം കൊടുത്ത് അങ്ങനെ അവൾ പാവപരിഹാരം നേടിയതിനു ശേഷമാണ് പിന്നീട് കർത്താവ് ഈ പൗരവുമായി നല്ല ബന്ധമുണ്ടാകും. അപ്പോൾ മറിയയും കർത്താവിന് വളരെ പ്രിയപ്പെട്ടതാണ്, മാർത്തയും പ്രിയപ്പെട്ടതാണ്, ലാസറും പ്രിയപ്പെട്ടതാണ്. പക്ഷേ ഈ പ്രിയപ്പെട്ട ഈ കുടുംബത്തിലെ ആ ഏക ഒരു ആന്തരിയായിരുന്ന ലാസർ സുഖമില്ലാതായി ദീനം പിടിച്ചു കിടന്നപ്പോൾ ഈ വിവരം ഈ സഹോദരന്മാർ കർത്താവിനെ അറിയിച്ചു. പക്ഷെ കർത്താവ് പോയില്ല. കർത്താവ് എന്താ പറഞ്ഞത്? അവള് പറഞ്ഞ, കർത്താവേ ഗുരോ, നിനക്ക് പ്രിയനായവൻ ദീനം പിടിച്ചു കിടക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ കർത്താവിന്റെ വാക്കാണ്, ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിനത്രേ എന്നാ പറഞ്ഞു. കർത്താവ് എന്നില്ല. 4 ദിവസം കഴിഞ്ഞാണ് കർത്താവ് ചെന്നത്. അപ്പോൾ എന്ത് ചെയ്തു? നാറ്റം വെച്ച് മൃതശരീരം അഴുകി. ലാസറിന്റെ ആ അടയ്ക്ക ഗുഹയൊക്കെ ഇന്നുകൊണ്ട് ഞങ്ങൾ പോയിട്ടുണ്ട്. അത് വളരെ ഒരാളെ താഴെ ഇറങ്ങിപ്പോണം. അങ്ങനെ 4 ദിവസം കഴിഞ്ഞിട്ട് കർത്താവ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മാർത്തയും മറിയയും ചെറിയൊരു പരിഭവത്തോടെ പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു, അവർ സൗഖ്യം കിട്ടുമായിരുന്നു എന്നാണ് അവൾ പറഞ്ഞത്. പക്ഷെ കർത്താവ് ആ സഹോദരിമാരോട് പറഞ്ഞ്, വിശ്വസിച്ചാൽ ഈ ദൈവത്തിന്റെ മഹത്വം കാണുമെന്നാണ്. അപ്പോൾ നാം ഇവിടെ ചിന്തിക്കേണ്ട ഒരു വിഷയം, ഇത്രയും പ്രിയപ്പെട്ട കർത്താവ് ആ കുടുംബത്തോട് വളരെ വാത്സല്യവും പ്രിയവും ഉണ്ടായി എല്ലാ നല്ല പ്രവൃത്തികൾ ചെയ്തവരാണ് ഈ മാർത്തയും മറിയയും ലാസറും. പക്ഷേ സുഖമില്ലാതെ കിടന്നപ്പോൾ കർത്താവ് ചെന്നില്ല. കർത്താവ് ചെന്നിരുന്നുവെങ്കിൽ ഈ ലാസർ സൗഖ്യപ്പെടുമായിരുന്നു, അവൻ മരിക്കുകയില്ലായിരുന്നു, സുഖത്തോടെ സുഖം പ്രാപിച്ച് എഴുന്നേൽക്കുമായിരുന്നു. പക്ഷേ അങ്ങനെ സുഖപ്പെട്ട് കഴിഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിന് മഹത്വം എടുക്കുവാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ ഈ ലാസർ മരിച്ചു, അടക്കപ്പെട്ടു, 4 ദിവസം കഴിഞ്ഞു, ആ ശരീരം ബോഡി അഴുകിയിട്ടുണ്ടാകാം. പക്ഷെ യേശു ചെന്ന്, ലാസറേ, നീ പുറത്തു വരിക എന്ന് പറഞ്ഞു. മരിച്ചവൻ പുറത്തു വന്നു. അങ്ങനെ നാം ആ വാക്യം വായിക്കുമ്പോൾ ആ യോഹന്നാന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിലേക്ക് അതിന്റെ ഒടുവിലത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ ലാസറിനെ കാണും, യേശുവിനെ കാണുവാൻ വേണ്ടി മാത്രമല്ല, അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ലാസറിനെ കാണുവാനും കൂടി അനേകം ആളുകൾ അവിടെ വന്നു. അനേകര് യേശുവിൽ വിശ്വസിച്ചു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നോക്കുക, ഈ ലാസറിനെ കർത്താവ് സുഖപ്പെടുത്തിയിരുന്നുവെങ്കിൽ അതാരും അറിയുമായിരുന്നില്ല. പക്ഷേ അവൻ മരിച്ചു, ആ മരണത്തിൽ നിന്ന് അവൻ ഉയർത്തെഴുന്നേൽപ്പിച്ചപ്പോൾ ആ ബെഥാന്യ ഗ്രാമം മുഴുവനും അത് അറിയുവാൻ കാരണമായി. അനേകര് യേശുവിൽ വിശ്വസിക്കുവാൻ അത് കാരണമായിട്ടുണ്ട്. അങ്ങനെ അനേകര് ദൈവത്തെ മഹത്വപ്പെടുത്തി എന്നാണ് നാം വായിക്കുന്നത്. അത് നാം മനസ്സിലാക്കേണ്ടത് എന്താണ്? അപ്പൊ ദൈവത്തെ സ്നേഹിച്ച കുടുംബമാണ് ആര്? മാർത്തയുടെയും മറിയയുടെയും ലാസറിന്റെയും കുടുംബം. ആ ദൈവത്തെ സ്നേഹിച്ച ആ കുടുംബത്തിന് പ്രാരംഭത്തിൽ ഒരു തിക്തമായ അനുഭവമാണ്. സുഖമില്ലാതെ കിടന്നു, ചില നാളുകൾ, ചില ദിവസങ്ങൾ കിടന്നിരിക്കാം. പക്ഷെ കർത്താവ് തിരിഞ്ഞു നോക്കിയില്ല. കർത്താവിന് അവരോട് സ്നേഹമുണ്ടായിരുന്നു. എന്തുകൊണ്ട് പോയില്ല? അതാണ് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു പറഞ്ഞാൽ അതിന്റെ ലളിതമായിരിക്കുന്ന അർത്ഥം ഇതാണ്. അപ്പൊ ഭക്തന്മാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവതാപ മഹത്വത്തിന് വേണ്ടിയിട്ടാണ്. അപ്രതീക്ഷിതമായിട്ട് പ്രതീക്ഷിക്കാത്തതായ സംഭവങ്ങൾ, കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ, അയ്യോ കർത്താവ്, ഇത് എന്താണ്? ഞാൻ നിന്നോട് പ്രാർത്ഥിച്ചു, ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിച്ചു, ഞാൻ നിനക്ക് വേണ്ടി ശുഷ്കാന്തിച്ചു, ഞാൻ നിനക്ക് വേണ്ടി കൊടുത്തു, അങ്ങനെ നിനക്ക് വേണ്ടി പോയി. ഇങ്ങനെ ഒരുപാട് ന്യായങ്ങളും കാര്യങ്ങളും നമുക്ക് പറയാനുണ്ടെങ്കിലും അതെല്ലാം ശരി. പക്ഷേ ജീവിതത്തിൽ പ്രതികൂലമായത് സംഭവിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്?
അത് എൻ്റെയും നിങ്ങളെ തകർക്കുവാൻ വേണ്ടിയല്ല, എൻ്റെയും നിങ്ങളുടെയും നന്മയ്ക്ക് വേണ്ടിയും മാത്രവുമല്ല, ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുന്നതിന് വേണ്ടി കൂടിയാണ് എന്ന് നാം പറഞ്ഞു. അതാണ് ദൈവത്തിന്റെ ഇഷ്ടം, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഹിതം. അതാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്നു പറഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല, അത് മറ്റുള്ളവർക്കും ദേശനിവാസികൾക്കൊക്കെയും അത് ഒരുപക്ഷെ ഒരു കാരണമായി തീരാം. ദൈവത്തിന്റെ പർപ്പസ് എങ്ങനെയാണ് നമുക്ക് അറിഞ്ഞുകൂടാ, ദൈവത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതെല്ലാം ദൈവത്തിന്റെ ഹിതമാണ് ഇത് നാം മനസ്സിലാക്കുക. അതാണ് നാം ലാസറിന്റെയും ഈ മറിയുടെയും മാർത്തയുടെയും ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. അപ്പൊ ദൈവനാമം മഹത്വപ്പെടണമെന്ന് ദൈവം ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ലാസർ രോഗിയായി തീരണം. രോഗിയായി മാത്രം പോരാ, മരിക്കുകയും. അതെല്ലാം ദൈവത്തിന്റെ ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് അത് അങ്ങനെ തന്നെ നടക്കേണ്ടത് ആവശ്യമാണ്. പക്ഷേ അവൾക്ക് പിന്നീട് ദുഃഖം ഉണ്ടായില്ല. ലാസറിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചപ്പോഴാണ് മാർത്തയ്ക്കും മറിയയ്ക്കും ഒരു കാര്യം മനസ്സിലായത്. എന്റെ സഹോദരൻ ദീനമായി കിടക്കേണ്ടതിരുന്നു, അവൻ മരിക്കേണ്ടിയിരുന്നു, എങ്കിൽ മാത്രമേ ദൈവത്തിന് നാമം മഹിമപ്പെടുകയുണ്ടാകുകയുള്ളൂ എന്ന് അവൾ മനസ്സിലാക്കി. അവൾ പിന്നീട് 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശു പെസഹയ്ക്ക് 6 ദിവസം മുൻപേ ഗദാലയിലേക്ക് വന്നു. ലാസർ യേശുവിനോട് കൂടെ പന്തിയിൽ ഇരുന്നു. മാർത്തയും മറിയയും അവര് ശുശ്രൂഷകൾ നൽകുകയും അവിടെ പെസഹ ഒരുക്കുകയും ചെയ്തു. അവരോടുകൂടെ പെസഹ കഴിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അപ്പോൾ നോക്കുക, ആ കുടുംബം ഇപ്പോൾ പിന്നീട് വളരെ സന്തുഷ്ടകരമായ സമാധാനമുള്ള ഒരു ഭവനമായിരുന്നു. അപ്പൊ ജീവിതത്തിൽ തിക്തമായത്, നമുക്ക് അനിഷ്ടമുള്ള കാര്യങ്ങൾ, ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ടാണ്. അതെല്ലാം നന്മയ്ക്ക് കൂടിയാണ്, എന്റെയും നിങ്ങളുടെ നന്മയ്ക്കായി കൂടി അത് വ്യാപരിക്കുന്നു എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇങ്ങനെ നാം ദൈവവചനം പരിശോധിച്ച ഒരുപാട് കാര്യങ്ങൾ കാണുവാനായിട്ട് കഴിയും. ദുഃഖകരമായ പ്രതികൂലകരമായ കാര്യങ്ങളെല്ലാം ജീവിതത്തിലേക്ക് വരുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്, എല്ലാം നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. മറ്റൊരു സന്ദർഭം ഞാൻ നിങ്ങളെ ചൂണ്ടിക്കാണിക്കാം. അത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ ചില വാക്യങ്ങളാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായം 18-ാമത്തെ വാക്യം വായിച്ചാട്ടെ. അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായം 18-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തി 7-ന്റെ 18. ഒടുവിൽ യോസേഫിനെ അറിയാത്ത വേറൊരു രാജാവ് ഇസ്രായേലിൽ വാണു. അവൻ നമ്മുടെ വംശത്തോട് ഉപായം പ്രയോഗിച്ച് നമ്മുടെ പിതാക്കന്മാരെ പീഡിപ്പിച്ച് അവരുടെ ശിശുക്കൾ ജീവനോടെ ഇരിക്കരുത് എന്ന് വെച്ച് അവരെ പുറത്തെടുപ്പിച്ചു. ആ കാലത്ത് മോശ ജനിച്ചു. ദിവ്യസുന്ദരനായിരുന്നു. അവനെ 3 മാസം അപ്പന്റെ വീട്ടിൽ പോറ്റി. മതി. ആ കാലത്ത് മോശ ജനിച്ചു. യോസേഫിനെ അറിയാത്ത ഒരു മന്ത്രി, ഒരു രാജാവ്, ഒരു ഫറവോ ഈജിപ്തിൽ ഭരണമേറ്റെടുത്തു. പിന്നീടുള്ള കാര്യം നമുക്ക് ഊഹിക്കാവുന്നതുള്ളൂ. അതുവരെയും യോസേഫിനെ അറിയാവുന്ന ഫറവോ മിസ്രൈം ഭരിച്ച കാലത്തൊക്കെയും ഇസ്രായേൽ മക്കൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, സുഖകരമാണ്, സന്തോഷകരമാണ്, നല്ല ഭക്ഷണം, നല്ല വസ്ത്രം, സ്വാതന്ത്ര്യം, യഥേഷ്ടം, വളരെ സുഖലോലുപമായ ഒരു ജീവിതം. കാരണം മന്ത്രിയുടെ കുടുംബാംഗങ്ങളാണ്. 70 പേരോടുകൂടി കനാൻ നാട്ടിൽ നിന്നും 70 പേരോടുകൂടി മിസ്രൈമിലേക്ക് ചേക്കേറിയ ഒരു കുടുംബം. മിസ്രൈമിന്റെ പ്രധാനമന്ത്രിയായിരുന്ന യോസേഫിന്റെ കുടുംബം എന്ന ഒരു പരിഗണനയിൽ അവർ ഈജിപ്തിൽ സുഖമായി ജീവിച്ചു. പക്ഷെ കാലങ്ങള്, ദിവസങ്ങൾ, ആഴ്ചകള്, വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ ഇതാ യോസേഫിനെ അറിയാത്ത ഒരു ഭരണാധികാരി ഈജിപ്തിൽ ഭരണമേറ്റു. ആ ദിവസം മുതൽ, ആ നിമിഷം മുതൽ ഇസ്രായേലിന് കാഠിന്യവും കഷ്ടതയും പ്രയാസവും അനുഭവിക്കേണ്ടതായിട്ടുണ്ട്. എത്ര കൊല്ലം? 430 കൊല്ലം ഈജിപ്തിന്റെ അടിമത്തത്തിൽ ഫറവോന്റെ ചാട്ടവാറടി കേട്ടാണ് അവർ ഉണരുന്നത്. ആ ചാട്ടവാറടിയുടെ മുഴക്കം കേട്ടാണ് അവർ ഉറങ്ങുവാൻ പോകുന്നത്. ഇങ്ങനെ സ്വാതന്ത്ര്യമില്ലാതെ നരകയാതന അനുഭവിച്ചുകൊണ്ട് 430 കൊല്ലം അടിമകളായി. പക്ഷേ ഈ അടിമത്തത്തിൽ നിന്നൊരു വിടുതലിന് വേണ്ടി അവര് പ്രാർത്ഥിക്കുവാനും ആരംഭിച്ചു. അങ്ങനെ ഒടുവിൽ മോശയെ അവരുടെ രക്ഷകനായി തീരുമാനിക്കുക. അപ്പൊ അതുവരെയും ഈ യോസേഫിനെ അറിയുന്ന ഫറവോ ഉണ്ടായിരുന്നപ്പോൾ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുകളില്ല, അല്ലരച്ചുകളില്ല, കഷ്ടതയില്ല, പ്രയാസങ്ങളില്ല, ദുരിതങ്ങളില്ല, സുഖമായി പോയി. ഇതാ പെട്ടെന്ന് പൊടുന്നനെ ഒരു ദിവസം മറ്റൊരു ഭരണാധികാരി വരികയാണ്. ആ ദിവസം മുതൽ അവർക്ക് അടിയും, നാട്ടവാറടിയും, പീഡനവും, കാഠിന്യവും, ദുഃഖവും, ദുരിതവും, ആഹാരം നല്ല രീതിയിൽ കഴിക്കാൻ പോലും കഴിയാതെ
ഫറവോന്റെ പാടത്ത് പണിയെടുത്ത് രാവും പകലും ഇല്ലാതെ വെയിലും മഞ്ഞും കൊണ്ടുകൊണ്ട് കാട്ടവാടിയേറ്റുകൊണ്ട് സ്വാതന്ത്ര്യമില്ലാതെ ദിനങ്ങൾ തള്ളി നീക്കുന്നതായിട്ട് വന്നു. ഒരു പക്ഷേ ചിന്തിച്ചിട്ടുണ്ടാകാം, ദൈവം ഞങ്ങളെ കൈവിട്ടു. പക്ഷേ ദൈവം കൈവിട്ടിട്ടില്ല. ഈ പ്രതികൂലങ്ങളുടെ നടുവിൽ നിന്നും ഒരു രക്ഷയുടെ, ഒരു നന്മയുടെ ഒരു മുള പൊട്ടിപ്പുറപ്പെടുകയാണ്. അതാരായിരുന്നു? മോശ. ആ കാലത്ത് അല്ലെങ്കിൽ അന്ന് മോശ ജനിച്ചു. പക്ഷെ മോശ ജനിക്കുന്നതിന് മുൻപ് തന്നെ ഫറവോൻ നിയമം കഠിനമാക്കി. ഇസ്രായേലിൽ ജനിക്കുന്ന എല്ലാ ആൺകുട്ടികളെയും കൊന്നുകളയണമെന്നായിരുന്നു ആ നിയമം. ആ നിയമം ഉള്ളപ്പോഴാണ് ആ കാലത്ത് തികച്ചും പ്രതികൂലപരമായ സാഹചര്യത്തിൽ മോശ ജനിക്കുക. 3 മാസം മാതാപിതാക്കന്മാർ ഈ കുഞ്ഞിനെ സംരക്ഷിച്ചു. ജനനത്തിൽ മോശ ആരായിരുന്നു? ദിവ്യ സുന്ദരൻ. വെറും സുന്ദരനല്ല, ദിവ്യ സുന്ദരൻ. ആ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഈ കുഞ്ഞിനെ എങ്ങനെ കൊല്ലുവാൻ കഴിയും? എങ്ങനെ ഈ കുഞ്ഞിനെ നൈൽ നദിയിലേക്ക് വലിച്ചെറിയാൻ കഴിയും? അവർക്കത് കഴിഞ്ഞില്ല. പക്ഷേ ഈ കുഞ്ഞ് ജനിക്കേണ്ടത് ആവശ്യമാണ്, ഈ കുഞ്ഞിനെ കളയേണ്ടതും ആവശ്യമായി. അങ്ങനെ മാതാപിതാക്കന്മാർ ആ മോശ കുഞ്ഞിനെ ഒളിപ്പിച്ചു വെച്ചിട്ട് 3 മാസത്തിനപ്പുറം മുൻപോട്ട് പോകുവാൻ കഴിഞ്ഞില്ല. ഉടനെ അവര് ഒരു ഞാങ്ങണ പെട്ടകത്തിൽ ആ കുഞ്ഞിനെ ആക്കി നൈൽ നദിയിൽ ഫറവോന്റെ പുത്രി മകൾ കുളിക്കുവാൻ വരുന്ന സമയം നോക്കി ഈ കുഞ്ഞിനെ നൈൽ നദിയിൽ ഒഴുക്കി. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ഈ ഫറവോന്റെ മകൾ രാജ്ഞിയാണ്. അപ്പോൾ കൊട്ടാരത്തിൽ എല്ലാ സൗകര്യങ്ങളും കാണും, ഒരു ബാത്ത് കുളിമുറിയൊക്കെ ഉണ്ടാവും. പക്ഷെ എന്തുകൊണ്ടാണ് അവർ ഈ നൈൽ നദിയിൽ കുളിക്കാൻ വേണ്ടി വന്നത് എനിക്കറിയില്ല. പക്ഷെ അത് ദൈവഹിതമായിരിക്കാം. അങ്ങനെ ഒരു കൊട്ടാരത്തിൽ ജീവിക്കുന്ന ഒരു രാജാവിന്റെ പുത്രിക്ക്, രാജ്ഞിക്ക്, രാജാവിന്റെ മകൾക്ക് ആ കൊട്ടാരത്തിൽ കുളിക്കുവാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകാം. പക്ഷെ എന്തുകൊണ്ടാണ് ഇവർ ഈ നൈൽ നദിയിൽ കുളിക്കുവാനായിട്ട് വന്നത്? നൈൽ നദിയിലെ കുളി വളരെ സുന്ദരമായ ഒരു കുളിയാണ്, നല്ല ഒരു വെള്ളമാണ് നൈൽ നദി. അപ്പോ അവിടെ കുളിക്കുവാൻ വേണ്ടി വന്നപ്പോഴാണ് ഈ ഞാങ്ങണപ്പെട്ടകത്തിൽ ഈ കുഞ്ഞിങ്ങനെ ഒഴുകി വരുന്നത്. അപ്പോൾ ഈ കുഞ്ഞിന്റെ ദിവ്യ സൗന്ദര്യത്തിൽ ആകർഷനായി തീർന്ന ഈ സ്ത്രീ, അവർക്ക് മക്കളില്ലല്ലോ. അപ്പൊ തന്റെ മകനെ പോലെ ആ കുഞ്ഞിനെ എടുത്ത് വളർത്തിയ കാര്യം നമുക്കറിയാം. അങ്ങനെ മോശ കൊട്ടാരത്തിലേക്ക് പോയി കൊട്ടാരത്തിൽ വളരുകയും ചെയ്തു. അങ്ങനെ ഒരു കൊട്ടാരത്തിലെ ഒരു രാജകുമാരനെ പോലെ അവിടെ വളർന്നു. എന്നാൽ പിന്നീട് മോശയുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യം നമുക്കറിയാം, എനിക്ക് പറയാം. അങ്ങനെ ആ മോശയിലൂടെയാണ് ദൈവം ഇസ്രായേൽ ജനത്തിന് നന്മയൊരുക്കി. അങ്ങനെ 430 കൊല്ലം കഴിഞ്ഞപ്പോൾ അവര് ഈജിപ്തിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിച്ച് തേനും പാലും ഒഴുകുന്ന പിതാക്കന്മാർക്ക് വാഗ്ദത്തം ചെയ്ത കനാൻ നാട്ടിലേക്ക് മോശ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവർക്കവിടെ സ്വാതന്ത്ര്യം കൊടുത്ത് നന്മ അനുഭവിച്ച് ഇസ്രായേൽ ദേശത്തെ കനാൻ നാട്ടിലെ നന്മ അവർക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ ചിന്തിച്ചു നോക്കുക, എത്രയോ നൂറ്റാണ്ടുകൾക്ക് അപ്പുറത്തേക്ക് കടന്നുപോയി. പക്ഷെ എങ്കിലും എന്ത് ചെയ്തു? ദൈവം അതെല്ലാം നന്മയ്ക്കായി കൂടി വ്യാപിച്ചു പോകും. അപ്പോ പ്രതികൂലമായ സാഹചര്യത്തിലും നമുക്ക് വേണ്ടി ഒരു നന്മ ദൈവം ഒരുക്കിയിട്ടുണ്ട് എന്നാണ് ഈ 2 സന്ദർഭം നമ്മെ സൂചിപ്പിക്കുന്നത്. തികച്ചും പ്രതികൂലമാണ്, ആഗ്രഹിക്കുവാൻ പ്രതീക്ഷിക്കാവുന്ന വകയില്ല. പക്ഷെ എങ്കിലും അവിടെ ദൈവം നമുക്ക് വേണ്ടി കരുതുന്നുണ്ട് എന്നുള്ളതാണ് വാക്ക്. അതാണ് മോശയുടെ അനുഭവം. ആ കാലത്ത് ഫറവോൻ ഇസ്രായേലിനെ, യോസേഫിനെ അറിയാത്ത ഒരു മന്ത്രി, ഒരു രാജാവ്, ആ കാലത്ത് വിലക്ക് വലിയ കർശനമായ കാർക്കശ്യമായ നിയമം ഫറവോൻ നടപ്പാക്കിയപ്പോൾ ആ കാലത്ത് മോശ ജനിക്കുന്നു. ഇതെല്ലാം ദൈവത്തിന്റെ പദ്ധതികളാണ്. അപ്പൊ ദൈവത്തിന്റെ മക്കൾക്ക്, അത് പഴയ നിയമകാലത്തായിരുന്നാലും പുതിയ നിയമകാലത്തുള്ളവർക്കായിരുന്നാലും, ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട, ദൈവം സ്നേഹിക്കുന്ന തന്റെ മക്കൾക്ക് വേണ്ടി എല്ലാം ദൈവം സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ദൈവമാണ് എന്നാണ് ഈ സന്ദർഭം നമ്മൾ ഓർമ്മിക്കുന്നത്. അപ്പൊ നമുക്ക് പ്രത്യക്ഷത്തിൽ ദുഃഖകരമാകാം, രോഗം വരാം, സാമ്പത്തിക ക്ലേശങ്ങൾ വരാം, അനർത്ഥങ്ങൾ വരാം, അപകടങ്ങൾ വരാം, തികച്ചെല്ലാം പ്രതികൂലം. പക്ഷേ ആ പ്രതികൂലത്തിന് നടുവിലും ദൈവം തന്റെ മക്കൾക്കായി ഒരു നന്മ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ യോബിനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ, യോബ് കുറച്ചു കാലം വളരെ നന്മ അനുഭവിച്ച് സുഖമായി ജീവിച്ചു. പക്ഷേ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ യോബിന്റെ ജീവിതത്തിൽ എല്ലാം തിന്മയുണ്ടായി. അപ്പൊ ഭാര്യ കുറ്റം പറഞ്ഞപ്പോൾ യോബ് എന്താ പറഞ്ഞത്? ഈ ഒരു കുട്ടിയെ പോലെ സംസാരിക്കുന്ന എന്ത്? നാം ഈ കാലമൊക്കെയും ദൈവത്തിന്റെ കയ്യിൽ നിന്നും നാം നന്മ അനുഭവിച്ചില്ലയോ? ഇനി അവന് വേണ്ടി കുറച്ച് തിന്മ അനുഭവിക്കാം എന്നാണ് യോബ് പറഞ്ഞത്. പക്ഷേ ആ തിന്മയുടെ കാലഘട്ടം കഴിഞ്ഞു. ദൈവം യോബിനെ അനുഗ്രഹിച്ചു, പരീക്ഷയിൽ വിജയിച്ചു. യോബിന് മുൻപുണ്ടായിരുന്നതിനേക്കാൾ അവന്റെ പിൻകാലത്തെ ദൈവം ഇരട്ടിയായി അനുഗ്രഹിച്ചു എന്ന കാര്യം നമുക്കറിയാമല്ലോ. അപ്പൊ എന്തായിരുന്നു?
അതാണ് ദൈവത്തെ സ്നേഹിക്കുന്ന തന്റെ നീതിമാന്മാർക്ക് വേണ്ടി, തന്റെ ഭക്തന്മാർക്ക് വേണ്ടി, തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ സന്ദർഭങ്ങളും കൂടി അതെല്ലാം നാം മനസ്സിലാക്കേണ്ട ആവശ്യമാണ്. പ്രത്യക്ഷത്തിലെല്ലാം പ്രതികൂലമാണ്, എല്ലാം എതിർപ്പാണ്. ചില്ലുന്ന വഴികളും വാതിലുകളെല്ലാം നമ്മുടെ മുന്നിൽ കൊട്ടിയടച്ചാലും നമുക്ക് വേണ്ടി ഒരു വാതിൽ ദൈവം സുരക്ഷിതമായി വെച്ചിട്ടുണ്ട്. ഒരു വഴി നമുക്ക് വേണ്ടി ദൈവം വെട്ടിത്തുറന്ന് തരും എന്നുള്ളതാണ് ആ പ്രത്യാശ. അപ്പൊ ദൈവത്തിൽ നാം ശരണപ്പെടണം, നിരാശപ്പെടാൻ പാടില്ല. കർത്താവേ, ഞാൻ എന്തുകൊണ്ട് രോഗിയായി തീർന്നു, എനിക്ക് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു, ഞാൻ എന്തുകൊണ്ട് ഒരു കടബാധിതനായി തീർന്നു, എനിക്ക് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന ചോദ്യം ദൈവമക്കളുടെ മുന്നിൽ വരുവാനായിട്ട് പാടില്ല. കർത്താവേ, ഈ രോഗാവസ്ഥയിലും ഈ കഷ്ടാവസ്ഥയിലും ഈ പ്രതികൂലങ്ങളിലും നീ എനിക്ക് വേണ്ടി നന്മയ്ക്കായി ഒരു വാതിൽ, ഒരു പ്രത്യാശയുടെ വാതിൽ നീ എനിക്ക് വേണ്ടി തുറക്കും എന്ന ശുഭാപ്തി വിശ്വാസത്തോടെ വേണം നാം പോകുക. അതുകൊണ്ട് എല്ലാം കർത്താവിൽ ആശ്വാസം കണ്ടെത്തുവാൻ, കർത്താവിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി ഒരു നന്മ ദൈവം ഇന്നലെ നാളെ ഒരുക്കും അല്ലെങ്കിൽ ഒരുക്കിയിട്ടുണ്ട്. ഇതാണ് ദൈവമക്കൾ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ കഷ്ടത ഉണ്ടാകാം, ദാരിദ്ര്യം ഉണ്ടാകാം, ബുദ്ധിമുട്ടുണ്ടാകാം, പ്രതികൂലങ്ങളെല്ലാം ഉണ്ടാകാം. ഓരോരുത്തരെ കുറിച്ചും ദൈവത്തിന് ഓരോരോ പദ്ധതികളുണ്ട്. ഞാൻ ഈ രംഗത്തേക്ക് കടന്നു വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എൻ്റെ നാടിൻ്റെ അടുത്താണ്, ഞാൻ മൂവാറ്റുപുഴക്കാരനാണല്ലോ. ഞാൻ വരുമ്പോഴെല്ലാം ഞാൻ എൻ്റെ നാട്ടിൽ വേണമെന്ന് വരുന്ന പോലെ ഇത് കഴിഞ്ഞ മൂവാറ്റൂർക്ക് പോകുന്നില്ല. അപ്പോ ഈ ആത്മീകമായി യാതൊരു കാഴ്ചപ്പാടുമില്ലാതിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് ദൈവം എന്നെ കുറിച്ച് ബോധിപ്പിച്ചു. അങ്ങനെ ഞാനൊരു സുവിശേഷ വേലക്കാരനായി. അപ്പോ ഒരുപാട് ആത്മീയമായ നന്മകൾ, അറിവുകൾ എല്ലാം ദൈവത്തിൽ നിന്ന് എനിക്ക് ലഭിക്കാൻ കഴിയും. ആത്മീയമായ നന്മകളാണ്. അപ്പൊ ദൈവത്തെക്കുറിച്ച് അറിയുന്നതും ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതും നാം അറിഞ്ഞിരിക്കുന്നതും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നതുമായ കാര്യങ്ങളെല്ലാം എന്താണ്? അതൊരു ആത്മീകമായ നന്മ തന്നെയാണ്. അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. ഒരുപാട് ഫോൺ കോൾസ് എനിക്ക് വരാറുണ്ട്. പാസ്റ്റർമാരെ വിളിക്കുന്ന ദൈവദാസ അല്ലെങ്കിൽ പാസ്റ്റർ ഊട്ടി പാസ്റ്ററെ ഇന്ന വാക്യം അല്ലെങ്കിൽ ഇന്ന വിഷയം എന്താണ് അത് പറഞ്ഞു തരണമെന്ന് പറഞ്ഞ് ഒരുപാട് പേരെ വിളിക്കാറ്. ഞാൻ അവർക്ക് എല്ലാവരും പറഞ്ഞു കൊടുക്കും. പക്ഷെ മണിക്കൂറുകൾ സമയം എടുത്താണ് അത് ചെയ്യുന്നത്. കാരണം അതെന്താണെന്ന് ഞാൻ ആദ്യം പഠിക്കണം, എന്നിട്ടാണ് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുള്ളൂ. അപ്പൊ അങ്ങനെ ഒരുപാട് ആളുകളൊക്കെ വിളിക്കാറുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടി ഈ സമയം സ്പെൻഡ് ചെയ്യുന്നത് ഒരു ആത്മീയ നന്മയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അപ്പൊ അങ്ങനെ അത് അവർക്കും പ്രയോജനം ഉണ്ടാവും, അത് എനിക്കും പ്രയോജനകരമായി തീരുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നാം ലാസറിന്റെ അനുഭവം എടുത്താലും അതുപോലെ തന്നെ നാം ഈ മോശയുടെ അനുഭവം എടുത്താലും ഇസ്രായേൽ മക്കളുടെ അനുഭവം എടുത്താലും എല്ലാം തിന്മയ്ക്കായിട്ടാണ് പ്രാരംഭത്തിൽ അവർക്കുണ്ടായി. പക്ഷെ പിന്നീട് അതെല്ലാം നന്മയായി കൂടി വ്യാപരിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു കാര്യം കൂടെ പറഞ്ഞ് എന്റെ വാക്ക് നാമം കുറിക്കാം. അത് അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ പുസ്തകം 27-ാം അധ്യായത്തിലുള്ള ഒരു സംഭവമാണ്. 27-ന്റെ 14-ാമത്തെ വാക്യം അത് വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസിനെ വഹിച്ചുകൊണ്ട് ഒരു കപ്പൽ റോമിലേക്ക് യാത്ര പോവുകയാണ്. ആ റോമിലേക്കുള്ള യാത്രാ മധ്യത്തിൽ പ്രാരംഭത്തിൽ അവർക്ക് കുറച്ച് കഴിയുന്നത് വരെ വലിയ പ്രയാസമൊന്നും ഉണ്ടായില്ല. സുഗമമായ ഒരു യാത്രയാണ്, സുതാര്യമായ ഒരു യാത്രയാണ് അവർക്ക് നേരിടേണ്ടി വന്നത്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കാറ്റ് പ്രതികൂലമായി, എല്ലാം പ്രതികൂലമായി, എല്ലാം തകിടം വന്ന് അവരുടെ പ്രതീക്ഷകളും പ്രത്യാശയും എല്ലാം അറ്റുപോയി. അങ്ങനെ വലിയ പ്രതികൂലങ്ങളിലൂടെ ഈ കപ്പൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ജീവിക്കുമോ, എല്ലാവരും മരിച്ചു പോകുമോ എന്നൊരു ആശങ്കയുടെ നടുവിൽ അവരായിപ്പോയി. പക്ഷേ അതിൽ ശുഭപ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരേ ഒരു വ്യക്തി, ഒരാൾ, അതാരായിരുന്നു? അപ്പോസ്തലനായ പൗലോസ്. മറ്റുള്ളവരെല്ലാം എങ്ങനെയായിരുന്നു? നിരാശരായിപ്പോയി. പക്ഷെ ഇത് ദൈവത്തിന്റെ ഒരു ഹിതമായിരുന്നു. അല്ലെങ്കിൽ ഈ കപ്പൽ യാത്ര ഈശാനമൂലന കൊടുങ്കാറ്റടിച്ചെങ്കിലും അതിന്റെ പിന്നിലും ദൈവം ഒരു നന്മ ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ 14-ാമത്തെ വാക്യമായിട്ട് 22 കഴിഞ്ഞിട്ട് അതിന് വിരോധമായി ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റടിച്ചു. കപ്പൽ കാറ്റിന്റെ നേരെ നിൽക്കാൻ കഴിയാതെ വണ്ണം കുടുങ്ങുകയാൽ ഞങ്ങൾ കൈവിട്ട് അങ്ങനെ പാറിപ്പോയി. മതി. കുറെ കഴിഞ്ഞപ്പോൾ ഉണ്ടായ യാത്ര ആരംഭിച്ചപ്പോൾ യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. വളരെ സ്മൂത്തായി നന്നാമായിരുന്നു. കാറ്റടിച്ച് പായ്ക്കപ്പലാണല്ലോ, സുഗമമായി മുൻപോട്ട് പോയി. അവരേറെ പ്രതീക്ഷിച്ച് എത്രയും വേഗം റോമിലെത്താം. പക്ഷേ കുറെ കഴിഞ്ഞപ്പോൾ അതിന് വിരോധമായി ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റ് സമുദ്രനിരപ്പിൽ നിന്നും 750 മീറ്റർ ഉയരത്തിൽ നിൽക്കുന്ന ഇടപർവ്വതത്തിൽ നിന്നും ശക്തിയേറിയ കാറ്റടിക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഈ പറയപ്പെട്ട സ്ഥലം. അങ്ങനെ ആ ഇടപർവ്വതത്തിൽ നിന്നും 1750 മീറ്റർ ഉയരത്തിൽ നിൽക്കുന്ന സമുദ്രം നിൽക്കുന്നു.
അവിടുന്ന് ആഞ്ഞു വീശുന്ന കൊടുങ്കാറ്റായിരുന്നു ഈ വടക്ക് കിഴക്കൻ ഈ കാറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ഈശാന്യം. അത് നോർത്ത് ഈസ്റ്റ് വിൻഡ്. അപ്പൊ ഈ കാറ്റ് വന്ന് കപ്പലിനെ അടിച്ചാൽ ഈ കപ്പലിൽ നിലനിൽക്കാൻ കഴിയില്ല, അത്രയ്ക്ക് ശക്തിയേറിയ കൊടുങ്കാറ്റാണ്. അങ്ങനെ അവരുടെ ആശയം നഷ്ടപ്പെട്ടു പോയി, എല്ലാവരും പ്രാണഭയത്തിലായി. ഈ കപ്പലുണ്ടായ ചരക്കുകളെല്ലാം എടുത്ത് വെള്ളത്തിലേക്ക് രക്ഷപ്പെടാൻ. പക്ഷേ അവിടെ നിയന്ത്രണം ചുക്കാനോ അതിന്റെ പായ്ക്കപ്പലോ എല്ലാം ഒരു അർത്ഥങ്ങൾ എല്ലാം അർത്ഥങ്ങൾ. അങ്ങനെ ഈ ഓളത്തിന് ഒറ്റവണ്ണം താളത്തിൽ കപ്പലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എവിടേക്കും പോകാം, എവിടെ എപ്പോഴെങ്കിലും പോകാം, ലക്ഷ്യമില്ലാതെ നടുക്കടലിൽ അലഞ്ഞു തിരിയുന്ന ഒരു കപ്പലിലെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഏത് സമയത്ത് മരണത്തെ മുഖാമുഖമായി കാണണം. പക്ഷേ അതിന്റെ നടുവിൽ കർത്താവിന്റെ ദാസൻ എഴുന്നേറ്റ് അവരോട് പറഞ്ഞ വാക്കുണ്ട്. അത് 23-24 വാക്ക് വേഗത്തിൽ വായിക്കാം. അതേ എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ നിന്ന്, പൗലോസേ ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെയൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. മതി. അവിടെ പൗലോസ് എന്താ പറഞ്ഞത്? സഹോദരന്മാരെ ഭയപ്പെടേണ്ട. അതിന് മുകളിൽ കുറെ വാക്കുണ്ട്, സമയമില്ലാത്തത് പറയാം. പൗലോസ് പറയാണ്, എന്റെ വാക്ക് കേട്ട് ഈ കപ്പൽ നിങ്ങൾ ട്രോവാസിൽ നിന്നും നിങ്ങൾ തിരിക്കാൻ പാടില്ലായിരുന്നു. പൗലോസ് മുമ്പ് പറഞ്ഞ് ഈ യാത്ര നമുക്ക് വളരെ അപകടം നിറഞ്ഞതാണ്, അതുകൊണ്ട് കുറച്ച് നാള് നമുക്ക് ഇവിടെ തമ്പടിച്ച് നിൽക്കാം, കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞെങ്കിലും കപ്പലിന്റെ ഉടമസ്ഥനും അതിന്റെ ക്യാപ്റ്റനും അത് സമ്മതിച്ചില്ല. അങ്ങനെ പൗലോസിന്റെ വാക്കിനെ ധിക്കരിച്ചുകൊണ്ട് യാത്ര പുറപ്പെട്ടതാണ് പിന്നീട് അനർത്ഥത്തിന് കാരണമായിട്ട്. അപ്പൊ അതുകൊണ്ടാണ് കുറെ കഴിഞ്ഞപ്പോൾ അതിനെതിരെ ഈശാനം മൂലം കൊടുക്കാറ്റത്. അപ്പോൾ ഈ കൊടുങ്കാറ്റടിച്ച് ഈ വലിയ പ്രാണഭയത്തിലായി തീർന്നപ്പോൾ പൗലോസ് ഒരു കാര്യം പറയാണ്, നിങ്ങൾ ആരും ഭയപ്പെടേണ്ട, നിങ്ങളുടെ പ്രാണന് ആർക്കും ഹാനി വരികയില്ല. ഞാൻ സേവിക്കുന്നവനും എന്റെ ഉടയവനുമായ കർത്താവ് ഈ രാത്രിയിൽ എന്നോട് പറഞ്ഞു, പൗലോസേ നീ ഭയപ്പെടേണ്ട, നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെ ഞാൻ നിന്നിലേൽപ്പിക്കാൻ നിനക്ക് തരികയാണ്. എന്താണ് ആ വാക്കിന്റെ അർത്ഥം? അതിലൊരു മർമ്മമുണ്ട്. അങ്ങനെ ഈ കപ്പലിലായിരുന്ന ആളുകളെല്ലാം പൗലോസിന്റെ വാക്ക് ശ്രദ്ധിക്കുവാൻ തുടങ്ങി. പൗലോസ് പറഞ്ഞു, ഭയപ്പെടേണ്ട, നമുക്ക് മരണമുണ്ടാകുകയില്ല, അപകടത്തിൽ നാം പെടുകയില്ല. പക്ഷേ ഈ വൻ ദുരന്തത്തിൽ നിന്നും ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ സേവിക്കുന്ന, ഞാൻ ആരാധിക്കുന്ന എന്റെ ഉടയവനായ കർത്താവായ യേശുക്രിസ്തു വിടുതൽ നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് പൗലോസ് പറഞ്ഞത്. അങ്ങനെ അവർ യാത്ര പുറപ്പെട്ട് കപ്പലിലുള്ളവരെ ഭക്ഷണം കഴിക്കാതെ നിരാശപ്പെട്ടിരിക്കുക. പൗലോസ് അവരെ ധൈര്യപ്പെടുത്തി, അപ്പമെടുത്ത് വാഴ്ത്തി കുറിച്ച് അവർക്ക് നൽകി, നിങ്ങൾ ഭക്ഷണം കഴിക്കുവിൻ, ആരും നിരാശപ്പെടേണ്ട, എന്നോട് പറഞ്ഞതിനപ്പുറമായി, ഞാൻ വിശ്വസിക്കുന്നതിനപ്പുറമായി നമുക്കൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് പൗലോസ് അവരെ ധൈര്യപ്പെടുത്തി. പൗലോസിന്റെ വാക്ക് അവർ വിശ്വസിച്ചു. അവർ കപ്പലിൽ എത്ര പേരുണ്ടായിരുന്നു? 36-ാമത്തെ വാക്യം വായിച്ചാട്ടെ. എത്ര ആളുകൾ ആ കപ്പലുണ്ടായിരുന്നു അവിടെ പറയുന്നു. വേഗം വായിക്കാം. 36-ാമത്തെ വാക്യം. 36 അപ്പോസ്തലപ്രവൃത്തി 27-36 വാക്യം. അപ്പോൾ എല്ലാവരും ധൈര്യപ്പെട്ട് ഭക്ഷണം കഴിച്ചു. കപ്പലിൽ ഞങ്ങൾ ആകെപ്പാടെ 276 ആളുണ്ടായിരുന്നു. അപ്പൊ കപ്പലിൽ ആകെ 276 ആളുകൾ ഉള്ള ഒരു കപ്പലായിരുന്നു. ഈ 276 ആളുകൾക്കും ഒന്നും സംഭവിച്ചില്ല. താഴെ നിങ്ങൾ വായിച്ചാൽ മതി. അവരെങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് മാൾട്ട എന്ന ഒരു ദ്വീപിൽ അണഞ്ഞു എന്നാണ് എഴുതിയിരിക്കുന്നത്. അല്ലെങ്കിൽ മെലീത്ത എന്നാണ് മലയാളത്തിൽ എഴുതിയത്, മാൾട്ട എന്നാണ് ഇംഗ്ലീഷ് ഉപയോഗിച്ചിരിക്കുന്നത്. മാൾട്ട ദ്വീപിൽ അണഞ്ഞു, എല്ലാവരും രക്ഷപ്പെട്ടു. കള്ളന്മാരും പടയാളികളും ഈ കപ്പലിന്റെ ഉടമസ്ഥനും ക്യാപ്റ്റനും എല്ലാവരും രക്ഷപ്പെട്ടു. അവരാരും മരിച്ചില്ല. അപ്പോ ഒരു കാര്യം ഇവിടെ കർത്താവ് പറഞ്ഞത്, ഞാൻ അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നതാണ്. അപ്പൊ നിശ്ചയമായിട്ടും പൗലോസല്ലേ ആള്. ഈ പ്രാണഭയത്തിലായിരുന്ന ജനത്തോട് പൗലോസ് സുവിശേഷം പറഞ്ഞിട്ടുണ്ടാകാം. അങ്ങനെ ദൈവവചനം പറഞ്ഞ് അവരെ ധൈര്യപ്പെടുത്തി കർത്താവിൽ വിശ്വസിക്കുവാനും ആശ്രയിക്കുവാനും അവരെ പര്യാപ്തമാക്കി. അവരെല്ലാവരും യേശു ക്രിസ്തുവിന്റെ സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ടു കാണും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ആർക്കൊന്നും ഉണ്ടായില്ല. അപ്പൊ പ്രതികൂലത്തിന്റെ കാറ്റ് അടിക്കുമ്പോഴും സകലവും പ്രതികൂലമായി തീർന്നാലും രക്ഷപ്പെടുവാൻ ഒരു മാർഗമില്ലെന്ന് വന്നാലും അവിടെയും നമുക്ക് വേണ്ടി ഒരു നന്മ ദൈവം ഒരുക്കുന്നു എന്നാണ് ഈ ഭാഗത്ത് ഓർമ്മിക്കുന്നത്. അതുകൊണ്ട് ഈശാനം പോലെ എത്രയോ അച്ചുകൊള്ളട്ടെ, നമ്മുടെ ജീവിതമാകുന്ന വിശ്വാസമാകുന്ന കപ്പൽ ആടി ഉലഞ്ഞു മുങ്ങുമെന്ന് കരുതി വരുത്തിയാലും, ആരെല്ലാം കൈവിട്ടാൽ, ആരുമില്ലെങ്കിലും നാം സേവിക്കുന്ന, നാം വിശ്വസിക്കുന്ന, നാം ആരാധിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു ലോകത്തിന്റെ അന്ത്യത്തോളം അവൻ നമ്മോട് കൂടിയുണ്ട്. അവൻ നമ്മെ വിടിവിക്കും, അവൻ നമ്മെ രക്ഷിക്കും, അവൻ നമ്മെ സഹായിക്കും. അതാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്
നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുമെന്ന് പൗലോസ് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും. അത് ദൈവത്തിന്റെ പർപ്പസാണ്, ദൈവത്തിന്റെ നിശ്ചയമാണ്, ദൈവത്തിന്റെ ഉദ്ദേശം. അതുകൊണ്ട് ഈ സന്ദർഭങ്ങളിൽ നമ്മെ കാണിക്കുന്ന എന്താണ്? എല്ലാം പ്രതികൂലമായി തോന്നിയാലും സകലവും പ്രതികൂലമായാലും നമുക്കെല്ലാം നന്മ വരും. പഴയ നിയമത്തിൽ യാക്കോബ് പറഞ്ഞൊരു വാക്കുണ്ട്. എന്താ വാക്കെന്നറിയാമോ? യോസേഫ് നഷ്ടമായി തീർന്നു, ഇനി അവര് ഇളയപുത്രനായി ബെന്യാമിനെ കൂട്ടിക്കൊണ്ടു പോകണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ യാക്കോബ് പറഞ്ഞൊരു വാക്കുണ്ട്, സകലവും എനിക്ക് പ്രതികൂലം. സകലവും എനിക്ക് പ്രതികൂലം. പക്ഷേ ആ സകലവും പ്രതികൂലം എന്ന് പറഞ്ഞ അതേ വാക്കുകൊണ്ട്, ആ നാവ് കൊണ്ട് ദൈവം യാക്കോബിന് സകലവും നന്മയ്ക്കായി കൂടി. ജോസഫ് മരിച്ചിട്ടില്ല എന്ന വാർത്ത കേൾക്കുന്നു. തന്റെ മകൻ, ഇളയ മകൻ ബെന്യാമിനും ഒരു കുഴപ്പമില്ല. ഈ തന്നെയല്ല ഈജിപ്തിലെ പ്രധാനമന്ത്രി ഞാൻ മരിച്ചു എന്ന് കരുതി എന്റെ മകനാണ് എന്ന വാർത്ത അറിഞ്ഞപ്പോൾ യോസേഫ് അയച്ച രഥം ഈ യാക്കോബിന്റെ കൂടാരത്തിന്റെ മുന്നിൽ വന്ന് നിന്നപ്പോൾ അവന് ചൈതന്യമുണ്ടായി, അവൻ പ്രാപിച്ചു. അങ്ങനെ ഇതപ്പാ നമ്മുടെ മകൻ യോസേഫ് മരിച്ചിട്ടില്ല, അവൻ മിസ്രൈമിന്റെ പ്രധാനമന്ത്രി ആയിരിക്കുന്നു, അവനെ രഥമാണ് നമ്മുടെ വീടിന് മുറ്റത്ത് നിൽക്കുന്നത്, അപ്പനെ കൂട്ടിക്കൊണ്ടു പോവാൻ. അങ്ങനെ ആ സന്തോഷത്തോടെ 70 പേരടങ്ങുന്ന സംഘം ആ രഥത്തിൽ കയറി ഈജിപ്തിലേക്ക് പോയതായിട്ട് വായിക്കും. അതുവരെയും യാക്കോബ് പറയാണ്, എനിക്ക് സകലവും പ്രതികൂലം എന്നാണ്. ഒരു പ്രതികൂലമില്ല. പ്രതികൂലമെന്ന് തോന്നിയെടുത്ത് ദൈവം എല്ലാം അനുകൂലമാക്കി. അങ്ങനെ ഈജിപ്തിൽ ഈ ജനം പെറ്റുപെരുകി വലിയൊരു കൂട്ടമായി തീരണമെന്നുള്ളതും 4ാം തലമുറക്കാർ തിരിച്ച് കനാൻ നാട്ടിലേക്ക് മടങ്ങി വരണമെന്നുള്ളതെല്ലാം ദൈവത്തിന്റെ ഇഷ്ടമായിരുന്നു. ദൈവം അവരെ കുറിച്ച് ആഗ്രഹിച്ചതായി അതുപോലെ സംഭവിച്ചു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ വാക്കുകൾക്കുള്ള ഒരു ആമം കുറിക്കട്ടെ. ജീവിതത്തിൽ രോഗങ്ങളുണ്ടാകാം, നഷ്ടങ്ങളുണ്ടാകാം, നഷ്ടങ്ങളുണ്ടാകാം, പ്രതികൂലങ്ങളെല്ലാം ഉണ്ടാകാം. അപ്പോൾ ഞാനിരിക്കും, രോഗമുണ്ട്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ ഞാനിപ്പോൾ ആയിരിക്കും. അപ്പോൾ അതെല്ലാം ജീവിതത്തിൽ നിരാശ പടർത്തുന്ന, പക്ഷെ എങ്കിലും നമുക്ക് വേണ്ടി ഒരു പ്രത്യാശയുടെ വാതിൽ, ഒരു നന്മയുടെ വാതിൽ ദൈവം നമുക്കായി തുറന്നിട്ടുണ്ട്, അത് കരുതിയിട്ടുണ്ട്. ഇന്ന് പൂർണ്ണമായി വിശ്വസിക്കുക. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നമ്മളെ പ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. നന്മ മാത്രമാണ്. ആ നന്മയിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ജീവിക്കുവാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.